റോമാലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം പഴയ കാലങ്ങളിൽ മനുഷ്യരുടെ അതിക്രമങ്ങൾക്ക് ഒത്തവണ്ണം ശിക്ഷിച്ചില്ല. എല്ലാം കൂടെ തീർത്താണ് യേശുവിൽ ശിക്ഷിച്ചത്. പക്ഷെ എന്നാലും നമ്മൾ കാണുന്ന നോഹയുടെ കാലത്ത് അവർക്ക് ചാൻസ് കൊടുത്തു, ദൂത് കൊടുത്തു, അല്ലാത്തവരെ പുരാതന കാലത്തെ നശിപ്പിച്ചു. പിന്നെ നമ്മൾ കാണുന്ന സോദോം ഗൊമോറയാണ്. അപ്പോൾ ചുറ്റുവട്ടത്തൊക്കെ കുറേ ദേശങ്ങളുണ്ടായിട്ടും ഈ സോദോം ഗൊമോറയെ തെരഞ്ഞു പിടിച്ചങ്ങ് നശിപ്പിക്കാൻ കാര്യം, മുമ്പ് ഒരു പ്രാവശ്യം ഇവർക്കൊരു ചാൻസ് കൊടുത്തായിരുന്നു. എന്നിട്ട് അബ്രഹാം തൻ്റെ ദാസന്മാരുമായി പോയി വീണ്ടെടുത്തുകൊണ്ട് വന്നു. അന്ന് ഈ സോദോം രാജാവ് ഗമയിൽ പറഞ്ഞ, എനിക്ക് സ്വത്തൊന്നും വേണ്ട അബ്രഹാമേ, ആളുകളെ മാത്രം ഇങ്ങനെ തന്നേക്ക്. അബ്രഹാം പറഞ്ഞ്, എൻ്റെ സ്വത്തും വേണ്ട, ആളും എനിക്ക് വേണ്ട, നീ കൊണ്ടുപോക്കോ. കൊണ്ടുപോയിട്ട് എന്ത് പറ്റി? എടാ, ഈ സെക്കൻഡ് ചാൻസ് ആണ്. ഒരു നീതിമാനായവനാണ്, ദൈവത്താൽ സാക്ഷ്യം ലഭിച്ചവനാണ് വീണ്ടെടുത്തത്. നിന്റെ കൺമുമ്പിൽ വെച്ചാണ് ശാലോം രാജാവ് അവനെ അനുഗ്രഹിച്ചത്. ഇനിയെങ്കിലും മര്യാദക്ക് ജീവിച്ചുകൂടായിരുന്നോ? സൂക്ഷിച്ചില്ല. ആ രാജാവിനെ, ജനത്തെ, സമ്പത്തിനെ ഉൾപ്പെടെ ലോകത്തിന് മാത്രം ഒഴിവാക്കട്ടെ, മുഴുവൻ പേരെയും ആകാശത്ത് നിന്ന് ഗന്ധകമിറങ്ങി നശിപ്പിച്ചോളാം. അപ്പോൾ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ, ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചവൻ, ദൈവത്തിൽ നിന്ന് ബെനിഫിറ്റ്സ് കിട്ടിയവൻ, ദൈവത്തിന്റെ സംരക്ഷണം ലഭിച്ചവൻ, ഒത്തിരിയൊന്നുമില്ലേ, കുറച്ച് നന്ദി കാണിക്കണ്ടേ, ദൈവസ്നേഹം കാണിക്കണ്ടേ? അതൊരു മര്യാദയല്ലേ?